ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോ സംസാരിക്കാൻ പോകുന്ന മൾട്ടിനോളാർ ഗോയിറ്റർ അല്ലെങ്കിൽ കൊളോഡ് ഗോയിറ്റർ ഈ വിഷയത്തെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. ഗോയിറ്റർ നമുക്ക് അപ്പോൾ അറിയാം, തൈറോയിഡിനെ പറ്റിയാണ്. നമ്മൾ തൈറോയ്ഡ് സ്വെല്ലിങ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മുഴയെ പറ്റിയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയും. ഇത് മിക്കവാറും ആൾക്കാർ കാണും. പണ്ട് ഒരു കാലത്ത് മിക്കവാറും സ്ത്രീകളിൽ ഒരു ചെറുപ്പക്കാരി തൊട്ട് ഒരു മിഡിൽ ഏജൊക്കെ പ്രായമുള്ളവർക്ക് വരെ വലിയ മുഴകൾ കാണാൻ കഴുത്താൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ അടുത്ത നാളിലൊക്കെ ആയിട്ട് നമ്മൾ ഐഡയസ് സോൾട്ടൊക്കെ വന്നേ, പിന്നെ നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പൊടിയുപ്പിലൊക്കെ ഐഡിൻ ചേർക്കാൻ തുടങ്ങിയ പിന്നെ ഐഡയസ് സോൾട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഈ ഗോയിറ്ററുകൾ കാണുന്നത് വളരെ ചുരുക്കമാണ്. പഴയ ആൾക്കാരിൽ കാണാം, എന്നാലും പുതിയ തലമുറയിൽ ഗോയിറ്റർ വളരെ കുറവാണ്. ഇപ്പോൾ മൾട്ടിനോളാർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയിൽ തന്നെ പല നോഡ്യൂൾസ്. അത് നമുക്ക് വളരെ സംശയമുണ്ട്, അത് ക്യാൻസറാണോ അത് സാധാരണ മുഴയാണോ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ വരുമ്പം ആദ്യം നമ്മൾ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യും. TSH, T3, T4 ഒക്കെ നോക്കും. ഹോർമോൺ നോക്കിയിട്ട് പറയും കുഴപ്പമില്ല, തൈറോയ്ഡ് ഹോർമോൺ ഓക്കെയാണ്, വെറുതെ മുഴയുള്ളൂ. അതിനകത്ത് ചിലപ്പം സിസ്റ്റായിരിക്കും, ചിലപ്പം അതിനകത്ത് കുറച്ച് കൊളോഡ് പോലെ സാധനങ്ങളായിരിക്കും, അറിയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലെ നമ്മൾ പ്രായം മുന്നോട്ട് പോകുന്നവർ ഏത് മുഴയുന്നാലും പ്രശ്നം വരുന്നത് നമ്മൾ പറയും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക, അതുപോലെ സ്കാനിങ് ചെയ്ത് നോക്കുക, നെക്കിൽ ആ മുഴ എങ്ങനെയാണ് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ FNS ചെയ്ത് നോക്കാം ഇയർലി. അപ്പം പലപ്പോഴും നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ഒരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. തൈറോയിഡിന് ടെറാഡ്സ് എന്ന് പറയും, തൈറോയ്ഡ് ഇൻ്റർനാഷണൽ റേഡിയോളജി ക്ലാസിഫിക്കേഷൻ 1, 2, 3, 4 ഉണ്ട്. അപ്പം 3, 4 സർജറി ചെയ്യണം. 1 to 3 വരെയാണ്. 1 and 2 ആണെങ്കിൽ നമുക്ക് അല്ല 3 വരെ 1, 2 and 3 വരെയാണെങ്കിൽ സർജറിയുടെ ആവശ്യമില്ല, നമ്മൾ ഇടയ്ക്ക് റിപ്പീറ്റ് സ്കാൻ ചെയ്താൽ മതി. 4 and 5 ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. അപ്പം പലപ്പോഴും നമ്മൾ ഇയർലി സ്കാൻ ചെയ്യും. FNAC ഫൈനൽ ആസ്പിറേഷൻ സൈറ്റ് വഴിച്ച് നമ്മൾ റേഡിയോളജിസ്റ്റ് സ്കാനിങ്ങുകളെ നോക്കിക്കൊണ്ട് ഒരു നീഡിൽ വെച്ച് നമ്മൾ ബയോപ്സി എടുക്കണം. അത് പ്രശ്നമുള്ള ഒരു നോഡ്യൂൾ അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു ഗോയിറ്റർ ചെയ്തു. അങ്ങനെ നമ്മളത് ബയോപ്സിക്ക് വിട്ട് ഹിസ്റ്റോപത്തോളജി വന്ന് അതിൻ്റെ സെല്ലുലാർ ബയോപ്സി റിസൾട്ട് കുഴപ്പമില്ല, നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ പോലെ ഫാമിലി ഹിസ്റ്ററി ക്യാൻസറുണ്ട്, തൈറോയ്ഡ് ക്യാൻസറുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മുഴ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും മൾട്ടിനോളാർ ഗോയിറ്റർ ഇപ്പം കാണുന്ന ചുരുക്കമാണ്, വലിയ സ്വെല്ലിങ് തന്നെ കാണുന്ന ചുരുക്കമാണ്. പഴയ ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ, അവർ പേടിക്കാനും ഓപ്പറേറ്റ് ചെയ്യണം. വലുതൊക്കെ നമുക്ക് കംപ്രഷൻ എയർവേ പുറകെ ശ്വാസകോളിലാണ് കടന്നു പോകുന്നത്, അപ്പോൾ അതിനെ കംപ്രഷൻ ചെയ്യാം, സൗണ്ട് വ്യത്യാസം വരാം, രണ്ടാമത് വോക്കൽ കോഡ് പാളിച്ച് വരാം, അങ്ങനെ പിന്നെ കിടക്കുമ്പോൾ ശ്വാസം കൊണ്ടൊക്കെ വരാം. ചിലപ്പോൾ താഴോട്ട് ഇറങ്ങും, നമ്മൾ ചെസ്റ്റിലേക്ക് ഇറങ്ങും, തൊറാസിലേക്ക് ഇറങ്ങും, റിട്രോസ്റ്റോണൽ ഗോയിറ്റർ എന്ന് പറയും. അപ്പം ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വലിയ മുഴയ്ക്ക് ഉണ്ടാകാം. എന്നിരുന്നാൽ പോലെ നമ്മൾ ഇയർലി തന്നെ നമ്മുടെ സമയം കണ്ടെത്തി നമ്മൾ ഒന്ന് സ്കാൻ ചെയ്യുകയും ഒരു FNS ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യം വരികയില്ല. FNS അന്തിമമല്ല, നമുക്ക് അത് തന്നെ അതുകൊണ്ട് ക്ഷീണമുണ്ട്, ചിലപ്പോൾ അത് തന്നെ ഓവറായിട്ട് തൈറോയ്ഡ് ഹോർമോൺസ് ഉണ്ടാക്കി ഹൈപ്പർ തൈറോയിഡിലേക്ക് പോകാം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിലേക്ക് പോകാം. അങ്ങനെയുള്ള TSH, ഫ്രീ T4, T3 ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഹോർമോൺ ആവശ്യമുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യുക. ഇനി കൂടുതലാണെങ്കിൽ ആൻറ്റി തൈറോയ്ഡ് കഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടത്. ഇപ്പം ഹൈപ്പർ തൈറോയ്ഡ് നോഡ്യൂളാണ്, അല്ലെങ്കിൽ ടോക്സിക് നോഡ്യൂളാണ്, അല്ലെങ്കിൽ കൊളോയിഡ് നോഡ്യൂളാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം. അതിന് ആവശ്യം അനുസരിച്ച് മരുന്ന് കഴിച്ചാൽ മതിയാവും. പലപ്പോഴും പലരും മുഴയുണ്ട്, ചെക്കപ്പ് ചെയ്യാലും മരുന്ന് കഴിക്കില്ല, അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു കൊളോയിഡ് ഗോയിറ്റർ മൾട്ടിനോളാർ ഗോയിറ്റർ ഇരുന്നുള്ള പ്രശ്നമൊന്നുമില്ല. അത് ടോക്സിക് നോഡ്യൂളുണ്ടോ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടോ, മാലിഗ്നൻസി ഉണ്ടോ, അല്ലെങ്കിൽ ബിനൈൻ നോഡ്യൂളാണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുകയോ ഫിസിഷ്യനെ കാണിക്കുകയോ അല്ലെങ്കിൽ FNS ചെയ്യുകയോ ചെയ്യണം. പലപ്പോഴും നമ്മൾ ആണ്ടിലൊന്നും ചെയ്താൽ മതി. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ TSH ഇപ്പം റൂട്ടീൻ ടെസ്റ്റ് ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോർമോൺസ് കുറവാണെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആൻറ്റി തൈറോയ്ഡ് കഴിക്കേണ്ടി വരും. അത് സിംറ്റം വരുമ്പോൾ കഴിച്ചാലും മതി. ചിലർ നമ്മൾ പലപ്പോഴും ഈ മുഴയുള്ളവർ പലപ്പോഴും നമ്മൾ പ്രായമുള്ളവരാണ്, നമ്മളെപ്പോഴും പറയും ഒരു സ്കാൻ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ FNS ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ നമ്മൾ ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാൻ പലപ്പോഴും FNS പറ്റുകയില്ല. നമ്മൾ സർജറി ചെയ്ത് ബയോപ്സിക്ക് വിട്ട് ഹിസ്റ്റോപത്തോളജി നോക്കിയാൽ ചിലപ്പോൾ ഫോളിക്കുലർ ക്യാൻസർ ആണോ, പാപ്പുലർ ക്യാൻസർ ആണോ, മെഡിക്കൽ ക്യാൻസർ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ക്യാൻസറിന് 5 year സർവൈവൽ റേറ്റ് നമുക്കറിയാം. 5 വർഷം 10 വർഷം ജീവിക്കുന്ന 90-90% ആൾക്കാർ ജീവിക്കും. പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകുന്ന ടൈപ്പ് ക്യാൻസർ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു ഫോളോ അപ്പിൽ പോവാം. ഏതും ഗോയിറ്റർ ആണെങ്കിലും നമ്മൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞാൽ അത് ഇയർലി സ്കാൻ ചെയ്യാനും FNS ചെയ്യാനും വേണ്ടുന്ന സർജറി ചെയ്യാനും മടി കാണിക്കേണ്ട കാര്യമില്ല, സിംറ്റത്തിലേക്ക് പോകാതെ. പിന്നെ നമ്മൾ ഹോർമോൺ സക്സസ് ആണെങ്കിൽ ആൻറ്റി തൈറോയ്ഡ് കഴിക്കുന്നു, ഹോർമോൺ കുറവാണെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയും വേണം. ഇതാണ് ഇതിൻ്റെ ചികിത്സ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തൈറോയ്ഡ് മുഴയെ പേടിക്കാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. താങ്ക് യു.